വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് പി എസ് സി കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയ സി ആർ ടി ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പി എസ് സി ആവർത്തിക്കുന്ന ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് സി ആർ ടി പാഠഭാഗങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2024 പശ്ചിമ ബംഗാൾ ഗവർണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാള നടൻ ആരാണ്? 2024 പശ്ചിമ ബംഗാൾ ഗവർണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാള നടൻ ആരാണ്? ജഗദീഷ് ശ്രീകുമാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2024 ഗോൾഡ് മാൻ എൻവയോൺമെൻറ്റൽ പ്രൈസിന് അർഹനായ ഇന്ത്യക്കാരൻ ആരാണ്? 2024 ഗോൾഡ് മാൻ എൻവയോൺമെൻറ്റൽ പ്രൈസിന് അർഹനായ ഇന്ത്യക്കാരൻ ആരാണ്? അലോക് ശുക്ല. അലോക് ശുക്ലയാണ് 2024 ഗോൾഡ് മാൻ എൻവയോൺമെൻറ്റൽ പ്രൈസിന് അർഹനായ ഇന്ത്യക്കാരൻ. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ് ഷിപ്മെൻറ്റ് തുറമുഖമായി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അംഗീകരിച്ച തുറമുഖം ഏതാണ്? വിഴിഞ്ഞം തുറമുഖം ഉണ്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ് ഷിപ്മെൻറ്റ് തുറമുഖമായി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അംഗീകരിച്ച തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2024 ഷാങ്ഹായിൽ നടന്ന ആർച്ചറി വേൾഡ് കപ്പ് സ്റ്റേജ് 1 ഹാട്രിക് സ്വർണം നേടിയ ഇന്ത്യൻ വനിതാ താരം ആരാണ്? ജ്യോതി സുരേഖയാണ്. 2024 ഷാങ്ഹായിൽ നടന്ന ആർച്ചറി വേൾഡ് കപ്പ് സ്റ്റേജ് 1 ഹാട്രിക് സ്വർണം നേടിയ ഇന്ത്യൻ വനിതാ താരം. നെക്സ്റ്റ്. 2024 തോമസ് കപ്പ് യൂബർ കപ്പ് ചാമ്പ്യൻഷിപ്പുകളുടെ വേദി ഏതാണ്? ചെങ്ഡു, ചൈനയാണ്. ചെങ്ഡു ആണ് 2024 തോമസ് കപ്പ് യൂബർ കപ്പ് ചാമ്പ്യൻഷിപ്പുകളുടെ വേദി ചെങ്ഡു, ചൈന. അപ്പോൾ നമുക്കൊന്നുകൂടി നോക്കാം. 2024 പശ്ചിമ ബംഗാൾ ഗവർണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാള നടൻ ആരാണ്? ജഗദീഷ് ശ്രീകുമാർ. 2024 ഗോൾഡ് മാൻ എൻവയോൺമെൻറ്റൽ പ്രൈസിന് അർഹനായ ഇന്ത്യക്കാരൻ അലോക് ശുക്ല. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ് ഷിപ്മെൻറ്റ് തുറമുഖമായി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അംഗീകരിച്ച തുറമുഖം വിഴിഞ്ഞം തുറമുഖം. 2024 ഷാങ്ഹായിൽ നടന്ന ആർച്ചറി വേൾഡ് കപ്പ് സ്റ്റേജ് 1 ഹാട്രിക് സ്വർണം നേടിയ ഇന്ത്യൻ വനിതാ താരം ജ്യോതി സുരേഖ. 2024 തോമസ് കപ്പ് യൂബർ കപ്പ് ചാമ്പ്യൻഷിപ്പുകളുടെ വേദി ചെങ്ഡു, ചൈന. അടുത്തിടെ സ്ഥാനമൊഴിഞ്ഞ സ്കോട്ട്ലൻഡ് ഫസ്റ്റ് മിനിസ്റ്റർ ആരാണ്? ഹംസ യൂസഫാണ് അടുത്തിടെ സ്ഥാനമൊഴിഞ്ഞ സ്കോട്ട്ലൻഡ് ഫസ്റ്റ് മിനിസ്റ്റർ. അടുത്തിടെ 17 കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റുപോയ രാജാ രവിവർമ്മ വരച്ച ചിത്രം ഏതാണ്? മോഹിനിയാണ്. അടുത്തിടെ 17 കോടി രൂപയ്ക്കാണ് അത് വിറ്റുപോയത്. ലോകത്തിലാദ്യമായിട്ട് ഇപ്പോൾ ചോദിക്കാതെ രാജാ രവിവർമ്മയുടെ ചിത്രം ഏതാണെന്ന് ചോദിക്കാം. മോഹിനിയാണ്. ലോകത്തിലാദ്യമായിട്ട് ചന്ദ്രൻ്റെ ഹൈ ഡെഫിനിഷൻ ജിയോളജിക്കൽ അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ചൈനയാണ്. ലോകത്തിലാദ്യമായിട്ട് ചന്ദ്രന് ഹൈ ഡെഫിനിഷൻ ജിയോളജിക്കൽ അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യം ചൈന. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ്? പാലക്കാടാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ല. 2024 ശ്രീലങ്കയിൽ ഉദ്ഘാടനം ചെയ്ത ജലവൈദ്യുത പദ്ധതിയാണ് ഉമ ഓയി ജലവൈദ്യുത പദ്ധതി. 2024 ശ്രീലങ്കയിൽ ഉദ്ഘാടനം ചെയ്ത ജലവൈദ്യുത പദ്ധതിയാണ് ഉമ ഓയ ജലവൈദ്യുത പദ്ധതി. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ വരെ അല്ലേ. അടുത്തിടെ സ്ഥാനമൊഴിഞ്ഞ സ്കോട്ട്ലൻഡ് ഫസ്റ്റ് മിനിസ്റ്ററാണ് ഹംസ യൂസഫ്. അടുത്തിടെ 17 കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റുപോയ രാജാ രവിവർമ്മ വരച്ച ചിത്രമാണ് മോഹിനി. ലോകത്തിലാദ്യമായി ചന്ദ്രൻ്റെ ഹൈ ഡെഫിനിഷൻ ജിയോളജിക്കൽ അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യം ചൈന. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ല പാലക്കാട്. 2024 ശ്രീലങ്കയിൽ ഉദ്ഘാടനം ചെയ്ത ജലവൈദ്യുത പദ്ധതി ഉമ ഓയ ജലവൈദ്യുത പദ്ധതി. അടുത്തിടെ വേഗമണ്ണിൽ കണ്ടെത്തിയ പുതിയിനം സസ്യം ഏതാണ്? ലിസ്റ്റിയ വാഗമോണിക്ക. അടുത്തിടെ വാഗമണ്ണിൽ കണ്ടെത്തിയ പുതിയിനം സസ്യം ഏതാണ്? ലിസ്റ്റിയ വാഗമോണിക്ക. 2024 പുരുഷ T20 ലോകകപ്പിന് ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം യുവരാജ് സിംഗ്. 2024 പുരുഷ T20 ലോകകപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായതാരാണ്? യുവരാജ് സിംഗ്. ബോയിങ്ങിൻ്റെ സ്റ്റാർലൈനർ ബഹിരാകാശ വാഹനത്തിൻ്റെ യാത്രയുടെ ഭാഗമാകുന്ന ഇന്ത്യൻ വംശജ. ബോയിങ്ങിൻ്റെ സ്റ്റാർലൈനർ ബഹിരാകാശ വാഹനത്തിൻ്റെ യാത്രയുടെ ഭാഗമാകുന്ന ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ്. 2024 ഭൗമനിരാകാശത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലാവസ്ഥാ ഘടികാരം സ്ഥാപിതമായത് ന്യൂഡൽഹിയിലാണ്. 2024 ഭൗമനിരാകാശത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലാവസ്ഥാ ഘടികാരം സ്ഥാപിതമായത് ന്യൂഡൽഹിയിലാണ്. ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് കമ്മിറ്റിയുടെ പുതിയ മുദ്രാവാക്യം എന്താണ്? ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് കമ്മിറ്റിയുടെ പുതിയ മുദ്രാവാക്യം വെയർ ഹിസ്റ്ററി ഈസ് പ്രിസർവ്ഡ് ഫോർ ദ ഫ്യൂച്ചർ. വെയർ ഹിസ്റ്ററി ഈസ് പ്രിസർവ്ഡ് ഫോർ ദ ഫ്യൂച്ചർ. നെക്സ്റ്റ്. പവിഴപ്പുറ്റുകളെ സംരക്ഷിക്കുന്നതിനായി ക്രൗൺ ഓഫ് തോൺസ് എന്ന സ്റ്റാർ ഫിഷുകളെ നിയന്ത്രിതമായി കൊന്നൊടുക്കിയ രാജ്യമാണ് ഓസ്ട്രേലിയ. പവിഴപ്പുറ്റുകളെ സംരക്ഷിക്കുന്നതിനായിട്ട് ഇതിനെ കൊന്നൊടുക്കിയ ക്രൗൺ ഓഫ് തോൺസ് എന്ന സ്റ്റാർ ഫിഷുകളെ നിയന്ത്രിതമായി കൊന്നൊടുക്കിയ രാജ്യമാണ് ഓസ്ട്രേലിയ. അപ്പോൾ നമുക്ക് ഇതുവരെ പറഞ്ഞു നോക്കാം.
എവിടെ വരെയാണ് പറഞ്ഞത്? അടുത്തിടെ വാഗമണ്ണിൽ കണ്ടെത്തിയ പുതിയ സസ്യമാണ് ലിസ്റ്റിയ വാഗമോണിക്ക. 2024 പുരുഷ T20 ലോകകപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് യുവരാജ് സിംഗ്. ബോയിങ്ങിൻ്റെ സ്റ്റാർ ലൈനർ ബഹിരാകാശ വാഹനത്തിൻ്റെ യാത്രയുടെ ഭാഗമാകുന്ന ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ്. 2024 ഭൗമദിനാഘോഷത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലാവസ്ഥാ ഘടികാരം സ്ഥാപിതമായത് ന്യൂഡൽഹി. ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് കമ്മിറ്റിയുടെ പുതിയ മുദ്രാവാക്യം വെയർ ഹിസ്റ്ററി ഈസ് പ്രിസർവ്ഡ് ഫോർ ദ ഫ്യൂച്ചർ. പവിഴപ്പുറ്റുകളെ സംരക്ഷിക്കുന്നതിനായി ക്രൗൺ ഓഫ് തോൺസ് എന്ന സ്റ്റാർ ഫിഷുകളെ നിയന്ത്രിതമായി കൊന്നൊടുക്കിയ രാജ്യം ഓസ്ട്രേലിയ. നെക്സ്റ്റ്, 2024 സ്ഥാനമൊഴിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ആരാണ്? ഇവാൻ വുക്കോമാനോവിച്ച്. 2024 സ്ഥാനമൊഴിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകനാണ് ഇവാൻ വുക്കോമാനോവിച്ച്. 2024 ICC പുരുഷ T20 ലോകകപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ഉസൈൻ ബോൾട്ടാണ്. 2024 ICC പുരുഷ T20 ലോകകപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. ഹെവൻലി ഐലൻഡ്സ് ഓഫ് ഗോവ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? PS ശ്രീധരൻ പിള്ളയാണ്. ഹെവൻലി ഐലൻഡ്സ് ഓഫ് ഗോവ എന്ന പുസ്തകം രചിച്ചത് PS ശ്രീധരൻ പിള്ള. എന്താണ് ഹെവൻലി ഐലൻഡ്സ് ഓഫ് ഗോവ? കടലിനു മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം ഏതാണ്? ലിഫ്റ്റ് പാലം പാമ്പൻ പാലമുണ്ടോ? കടലിന് മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലമാണ് പാമ്പൻ പാലം. ഓഷ്യൻ ഡീക്കേഡ് കോൺഫറൻസ് 2024 വേദി ബാഴ്സലോണയാണ്. ഓഷ്യൻ ഡീക്കേഡ് കോൺഫറൻസ് 2024 വേദി ഏതാണ്? ബാഴ്സലോണ. അപ്പോൾ നമുക്ക് പറഞ്ഞു നോക്കാം. ഇവിടെ വരെ പറഞ്ഞു. 2024 ഭൗമദിനാഘോഷത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലാവസ്ഥാ ഘടികാരം സ്ഥാപിതമായത് ന്യൂഡൽഹിയിലാണ്. ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് കമ്മിറ്റിയുടെ പുതിയ മുദ്രാവാക്യം വെയർ ദ ഹിസ്റ്ററി പ്രിസർവ്ഡ് ഫോർ ദ ഫ്യൂച്ചർ ആണ്. പുഴപ്പുറ്റുകളെ സംരക്ഷിക്കുന്നതിനായിട്ട് ക്രൗൺ ഓഫ് തോൺസ് എന്ന സ്റ്റാർ ഫിഷുകളെ നിയന്ത്രണമായി കൊന്നൊടുക്കിയ രാജ്യം ഓസ്ട്രേലിയയാണ്. 2024 സ്ഥാനമൊഴിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവാൻ വുക്കോമാനോവിച്ച്. 2024 ICC പുരുഷ T20 ലോകകപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ഉസൈൻ ബോൾട്ട്. ഹെവൻലി ഐലൻഡ്സ് ഓഫ് ഗോവ എന്ന പുസ്തകം രചിച്ചത് PS ശ്രീധരൻ പിള്ള. കടലിന് മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം പാമ്പൻ പാലം. ഓഷ്യൻ ഡീക്കേഡ്സ് കോൺഫറൻസ് 2024 വേദി ബാഴ്സലോണ. വേൾഡ് മെറ്റീരിയോളജിക്കൽ റിപ്പോർട്ട് അനുസരിച്ച് 2023 ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തം ബാധിച്ച മേഖല ഏതാണ്? ഏഷ്യയാണ്. വേൾഡ് മെറ്റീരിയോളജിക്കൽ റിപ്പോർട്ട് അനുസരിച്ച് 2023 ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തം ബാധിച്ച മേഖലയാണ് ഏഷ്യ. ഷാൻഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ പ്രതിരോധ മന്ത്രിമാരുടെ വാർഷിക യോഗം 2024 വേദിയായത് കസാക്കിസ്ഥാനാണ്. ഷാൻഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ പ്രതിരോധ മന്ത്രിമാരുടെ വാർഷിക യോഗം 2024 വേദി കസാക്കിസ്ഥാൻ. IPL പവർ പ്ലേയിലെ ഏറ്റവും ഉയർന്ന സ്കോർ സ്വന്തമാക്കിയ ടീം സൺറൈസേഴ്സ് ഹൈദരാബാദ്. IPL പവർ പ്ലേയിലെ ഏറ്റവും ഉയർന്ന സ്കോർ സ്വന്തമാക്കിയ ടീമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. കാൻഡിഡേറ്റ് ചെസ് കിരീടം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഡി ഗുഗേഷ്. പോൾ വാൾട്ടിൽ ലോക റെക്കോർഡ് നേടിയത് ആർമാൻഡ് ഡുപ്ലാന്റിസ്. പോൾ വാൾട്ടിൽ ലോക റെക്കോർഡ്സ് നേടിയത് ആരാണ്? ആർമാൻഡ് ഡുപ്ലാന്റിസ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നോക്കാം. അവിടെയാണ് വേൾഡ് മെറ്റീരിയോളജിക്കൽ റിപ്പോർട്ട് അനുസരിച്ച് 2023 ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തം ബാധിച്ച മേഖലയാണ് ഏഷ്യ. ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ പ്രതിരോധ മന്ത്രിമാരുടെ വാർഷിക യോഗം 2024 വേദിയായത് കസാക്കിസ്ഥാനിലാണ്. IPL പവർ പ്ലേയിലെ ഏറ്റവും ഉയർന്ന സ്കോർ സ്വന്തമാക്കിയ ടീം സൺറൈസേഴ്സ് ഹൈദരാബാദ്. കാൻഡിഡേറ്റ് ചെസ് കിരീടം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഡി ഗുഗേഷ്. പോൾ വാൾട്ടി ലോക റെക്കോർഡ് നേടിയത് അർമാൻ ഡുപ്ലാന്റിസ്. നെക്സ്റ്റ്, AIയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരി പ്രഗ്യാ മിശ്ര. OpenAIയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരി ആരാണ്? പ്രഗ്യാ മിശ്ര. ഫോർമുല 1 ചൈനീസ് ഗ്രാൻഡ് പ്രിക്സ് ജേതാവായത് മാർക്സ് വെസ്റ്റപ്പൻ. ഫോർമുല 1 ചൈനീസ് ഗ്രാൻഡ് പ്രിക്സ് ജേതാവായത് മാർക്സ് വെസ്റ്റപ്പൻ. 2024 ഷോംപെയിൻ ആദിവാസി വിഭാഗം വോട്ട് ചെയ്ത ലോക്സഭാ മണ്ഡലം ആൻഡമാൻ നിക്കോബർ. 2024 ഷോംപെയിൻ ആദിവാസി വിഭാഗം വോട്ട് ചെയ്ത ലോക്സഭാ മണ്ഡലമാണ് ആൻഡമാൻ നിക്കോബർ. NSDയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായത് നാലിൻ പ്രഭാത്. NSDയുടെ ഡയറക്ടർ ജനറൽ ആരാണ്? നാലിൻ പ്രഭാത്. ആദ്യമായി കേരളത്തിൽ പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡക്കർ ട്രെയിനാണ് ഉദയ് എക്സ്പ്രസ്. ആദ്യമായിട്ട് കേരളത്തിൽ പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡക്കർ ട്രെയിനാണ് ഉദയ് എക്സ്പ്രസ്. വായുവിലൂടെ പകരുന്ന രോഗാണുക്കൾക്ക് ലോകാരോഗ്യ സംഘടന നൽകിയ പേരാണ് ഇൻഫെക്ഷ്യസ് റെസ്പിറേറ്ററി പാർട്ടിക്കിൾസ് ആണ് വായുവിലൂടെ പകരുന്ന രോഗാണുക്കൾക്ക് ലോകാരോഗ്യ സംഘടന നൽകിയ പേര്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? IPLിലെ പവർ പ്ലേയിലെ ഏറ്റവും ഉയർന്ന സ്കോർ സ്വന്തമാക്കിയ ടീം സൺറൈസേഴ്സ് ഹൈദരാബാദാണ്. കാൻഡിഡേറ്റ് ചെസ് കിരീടം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഡി ഗുഗേഷ്. പോൾ വാൾട്ടി ലോക റെക്കോർഡ് നേടിയത് അർമാൻഡ് ഡുപ്ലാന്റിസ്.
ഐയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരി പ്രഗ്യാ മിശ്ര. ഫോർമുല 1 ചൈനീസ് ഗ്രാൻഡ് പ്രിക്സ് ജേതാവ് മാക്സ് വെർസ്റ്റപ്പൻ. 2024 ഷോംപെയിൻ ആദിവാസി വിഭാഗം വോട്ട് ചെയ്ത ലോക്സഭാ മണ്ഡലം ആൻഡമാൻ നിക്കോബാർ. NSTയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായത് നാലിൻ പ്രഭുത്. ആദ്യമായി കേരളത്തിൽ പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡക്കർ ട്രെയിൻ ഉദയ് എക്സ്പ്രസ്. വായുവിലൂടെ പകരുന്ന രോഗാണുക്കൾക്ക് ലോകാരോഗ്യ സംഘടന നൽകിയ പേരെന്നാണ് ഇൻഫെക്ഷ്യസ് റെസ്പിറേറ്ററി പാർട്ടിക്കിൾസ്. 13ാമത് യൂറോപ്യൻ ഗേൾസ് മാത്തമാറ്റിക് ഒളിമ്പ്യാഡ് 2024 വേദി ഇതാണ് ജോർജിയ. 13ാമത് യൂറോപ്യൻ ഗേൾസ് മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ് 2024 വേദി ജോർജിയ. 2024 നടന്ന മിസ് ടീൻ ഇൻ്റർനാഷണൽ ഇന്ത്യ കിരീടം നേടിയ മലയാളിയാണ് കസ്യ മിജോയാണ് മിസ് ടീൻ ഇൻ്റർനാഷണൽ ഇന്ത്യ കിരീടം നേടിയ മലയാളി. 2024 വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിയുടെ വേദി അബുദാബിയാണ്. 2024 വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിയുടെ വേദി അബുദാബി. ലതാ മങ്കേഷ്കർ അവാർഡിന് 2024 അർഹനായത് അമിതാഭ് ബച്ചനാണ്. IMFൻ്റെ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ MD ആയിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റലീന ജോർജിയാവിയാണ്. അപ്പം നമുക്ക് പറഞ്ഞൊന്നും കൂടി നോക്കാം. വായുവിലൂടെ പകരുന്ന രോഗാണുക്കൾക്ക് ലോകാരോഗ്യ സംഘടന നൽകിയ പേരാണ് ഇൻഫെക്ഷ്യസ് റെസ്പിറേറ്ററി പാർട്ടിക്കിൾസ്. 13ാമത് യൂറോപ്യൻ ഗേൾസ് മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ് 2024 വേദി ജോർജിയാണ്. 2024 നടന്ന മിസ് ടീൻ ഇൻ്റർനാഷണൽ ഇന്ത്യ കിരീടം നേടിയ മലയാളി കസ്യ മിജോ. 2024 വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിയുടെ വേദി അബുദാബി. ലതാ മങ്കേഷ്കർ അവാർഡിന് 2024 അർഹനായത് അമിതാഭ് ബച്ചൻ. IMFൻ്റെ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് MD ആയി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റലീന ജോർജിയാവിയ. ലോകത്തിലാദ്യമായിട്ട് മെനിഞ്ചൈറ്റിസിനെതിരെ വാക്സിൻ പുറത്തിറക്കിയ രാജ്യം ഏതാണ്? നൈജീരിയയാണ്. ലോകത്തിലാദ്യമായിട്ട് മെനിഞ്ചൈറ്റിസിനെതിരെ വാക്സിൻ പുറത്തിറക്കിയ രാജ്യം നൈജീരിയ. വാക്സിൻ്റെ പേര് MEN5CV എന്നായിരുന്നു. അടുത്തിടെ വികസിപ്പിച്ച ആറ്റത്തിൻ്റെ കനമുള്ള സ്വർണ്ണപ്പാളിയാണ് ഗോൾഡീൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ പുതിയ കറണ്ട് അഫയേഴ്സ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.